ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഫ്യൂൽ ഗേജ് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, മൾട്ടിമീറ്ററിൽ പോയതാണോ കറക്റ്റായിട്ട് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് മാരുതി 800ന്റെ ഫ്യൂൽ ഗേജ് ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഫ്യൂൽ ഗേജ് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്ററിൽ പ്രോബ് നമ്മൾ 20K ഇടുക, 20K റെസിസ്റ്റൻസിൽ ഇടുക. അതിനുശേഷം മൾട്ടിമീറ്ററിന്റെ പ്രോബ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തമ്മിൽ മുട്ടിക്കുമ്പോൾ 0 വരുന്നുണ്ട്. മീൻസ് വേറെ ഗേജിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനി നമുക്ക് ഇത് പഴയതാണ് ഫ്യൂൽ ഗേജ് വരുന്നത്. ഈ പഴയ ഫ്യൂൽ ഗേജിൽ ഇതിന്റെ പോസിറ്റീവ് പ്രോബ് ഇതിൽ കണക്ട് ചെയ്യുക. ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം ഇതിൽ എർത്ത് കൊടുക്കുക, ഇങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് ഇതിപ്പോ ഫുൾ ടാങ്ക് പെട്രോളിന്റെ ലെവലിലാണ് ഇരിക്കുന്നത്, മുകളിലോട്ട് പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് താത്തി നോക്കാം. താത്തി നോക്കുമ്പോൾ ആ മൾട്ടിമീറ്ററിൽ ഇടയ്ക്ക് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മളിപ്പോൾ പൊക്കി, ഇടയ്ക്ക് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇപ്പോൾ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്, ഇപ്പോൾ റെസിസ്റ്റൻസ് ഇല്ല. ഈ ഇടയ്ക്ക് ഇത്ര ഇടയ്ക്ക് കിട്ടുന്നുണ്ട്, ഇവിടെ ഒട്ടും കിട്ടുന്നില്ല. അതായത് ഇടയ്ക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇടയ്ക്ക് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അത് പക്ഷെ പെട്ടെന്ന് കട്ടായി പോകുന്നുണ്ട്, ഇങ്ങോട്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഫുൾ ഗേജിൽ വരികയാണെങ്കിൽ ഏകദേശം 0 റെസിസ്റ്റൻസിൽ വരണം. താഴോട്ട് വരുവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടണം. അങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുതിയത് നോക്കാം. നമ്മളിപ്പോൾ പുതിയ ഗേജ് എടുത്തിട്ടുണ്ട്. അതിന്റെ പോസിറ്റീവ് പ്രോബ് ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ട്. എർത്ത് ഭാഗം ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെയാണ് കൊടുത്തിട്ട് ഇതിപ്പോൾ പെട്രോൾ ടാങ്ക് ഫുള്ളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി നമുക്കിത് ബാക്കിലോട്ട് കുറച്ച് മൂവ് ചെയ്തിട്ട് നോക്കാം. മൂവ് ചെയ്യുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാവും. മൾട്ടിമീറ്ററിൽ ഇപ്പോൾ ഫുൾ എംറ്റിയിലാണ് നിൽക്കുന്നത്. ഏകദേശം 0.11 കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ഫുൾ ടാങ്കിന്റെ പൊസിഷനിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഫുൾ ടാങ്കിന്റെ പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് 0 വന്നിട്ടുണ്ട്, മീൻസ് ഫുൾ ടാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാൽ, ബാക്കിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഇത് എംറ്റി പോർഷൻ, ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പെതുക്കെ നമ്മൾ കാരണം പെതുക്കെ എടുത്തു നോക്കണം. കാരണം ഇടയ്ക്കെങ്കിലും റെസിസ്റ്റൻസ് കട്ടാവുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പെതുക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫ്യൂവലിന്റെ ഗേജ് വർക്കിംഗ് ആണോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് അതായത് നമ്മളിപ്പോ പോസിറ്റീവ് പ്രോബ് ഇവിടെ കണക്ട് ചെയ്ത് എർത്തിന്റെ ഭാഗത്ത് പ്രോബ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് റെസിസ്റ്റൻസ് കട്ടാവുന്നുണ്ടെങ്കിൽ മീൻസ് ഇത് വർക്കാവുന്നില്ല. ഇത് ഓൾറെഡി തുരുമ്പ് പിടിച്ചിട്ട് പോയതാണ് ഇതിന്റെ ഫ്യൂൽ ഗേജ് വരുന്നത്. അതായത് ഇടയ്ക്ക് കട്ടാവുന്നുണ്ടെങ്കിൽ ആ ഫ്യൂൽ ഗേജ് കറക്റ്റ് വർക്കിംഗ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇതിപ്പോ ഫുൾ ടാങ്ക് വരുമ്പോൾ ഏകദേശം 0 അല്ലെങ്കിൽ 1 പോയിന്റ് ഫുള്ള് 0 അല്ലെന്നുണ്ടെങ്കിൽ 0.01 വന്ന് നിൽക്കും. ഇത് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കറക്റ്റ് ആണെന്ന് നോക്കുന്നത്. നമ്മൾ പൊക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കട്ടാവുന്നുണ്ടെങ്കിൽ ഈ ഫ്യൂൽ ഗേജ് പോയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിമീറ്ററിൽ ഫ്യൂൽ ഗേജ് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. Okay, thank you for watching.